ഹായ് ഹലോ അസ്സാമു അലൈക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാദിമോനെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഫാദിമോനും എല്ലാവർക്കും പനി ഉണ്ടായിരുന്നു, ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ഫാദിമോന് 4 ദിവസമായിട്ട് നിൽക്കാതെ പനിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ മെസ്സേജ് അയച്ച് ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഫാദിമോനും കുഞ്ഞാവും ഇസമോളും കൂടിയിട്ടാണ് പോണത്. വൈകുന്നേരം ഒരു 5 മണിക്കാവുമ്പോഴാണ് ഡോക്ടർ വരല്. രാവിലെ ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ നമ്പർ തന്നെയാണ്, പക്ഷേ കാണിക്കാൻ ചിലപ്പോൾ കുറച്ച് നേരം വൈകും. കാരണം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ESR ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പം 1 മണിക്കൂറൊക്കെ എന്തായാലും ആവും കേട്ടോ. ഫാദിമോനാണെങ്കിൽ നല്ല പനിയാണ്, എന്നാലും നല്ല പനിയാണ്. 4 ദിവസമായിട്ട് വിടണനല്ല പനി. കുറേ ആളുണ്ടെങ്കിൽ നേരം വെക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡോക്ടറെ അവിടെ നിന്ന് കയറിയിട്ട് ഡോക്ടർ ഒരു ലാബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ മെസ്സേജ് അയച്ചു കൊടുക്കാം ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലാബ് എവിടെയെന്ന് ചോദിക്കും വേണം. അവിടെ കയറിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മളെ നമ്പർ കഴിഞ്ഞാൽ പിന്നെ 4 നമ്പർ കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ കയറണം. അപ്പോൾ ഇസമോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ വീഡിയോയിലേക്കൊക്കെ നോക്കും കേട്ടോ. ഫ്ലാഷൊക്കെ ഇട്ട് ബാക്ക് ക്യാമറയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ചിരിയാണ് കേട്ടോ. അപ്പം പോക്ക് 9 മാസമായും ചെയ്തണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനൂസടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോന്നിട്ടുണ്ട്. 4 മണി 4:15 ആയപ്പോൾ പോകുന്നു കേട്ടോ. 4 മണി ആകുമ്പോഴാണ് കുഞ്ഞാവ് എത്തൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 4:15 ആകുമ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് കണ്ടു കേട്ടോ. അപ്പം ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് കേട്ടോ. പക്ഷേ കാര്യമായിട്ട് പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാലും അവിടെ എന്തോ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒന്നാമത് ഇങ്ങനെ പനീൻ്റെ ഒരു മൂഡ് ഓഫിലാണ്. 4 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. അതുപോലെ നനച്ചു തന്നെയാണ് കേട്ടോ പണി. ആർക്കും ഇപ്പം വലിയ ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 3 മണിയാകുമ്പോൾ കുഞ്ഞാവക്ക് പയ്യനെ കറക്കാനൊക്കെ വേണ്ടിയിട്ട് എണീക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവനെ നനച്ചു വെത്തണം. അതിൻ്റെ ഇടയിൽ ഇസമോൾ എണീക്കുമ്പോൾ നോക്കണം. അങ്ങനെ ഇപ്പോൾ ഉറക്കമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഇന്ന് ഈ മണ്ണിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഇവിടെയൊക്കെ മണ്ണ് മാന്തിയിട്ടാണ് റോഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നമ്മളെ അർജുനുണ്ടല്ലോ കാണാതായി, അപ്പോൾ മണ്ണിടിച്ചിൽ പെട്ട് പോയി. അർജുനൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടു. ഞാനത് കഴിഞ്ഞാണ്ടില്ല പോകുമ്പം 1 മാസമൊക്കെ കഴിഞ്ഞില്ലപ്പം. അപ്പോൾ നമ്മളിവിടെ എത്തിയാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരാളുണ്ടാവലുണ്ട് ചോദിക്കാൻ. അപ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് ചോദിച്ചിട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ അവിടെ തന്നെയാണോ എന്നറിയില്ല, എന്തായാലും ചോദിച്ചു നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനവിടെ കയറിയായിരുന്നു പോകുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ ലാബ് എവിടെയാണ് ചോദിക്കാൻ പോയേനെ. അപ്പം ആ ലാബിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം കേട്ടോ. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ. അപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണെന്ന് പറഞ്ഞിട്ട് മുക്കത്ത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ജാസ് ലാബാണ് പറഞ്ഞത്. അപ്പം അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അവിടെ എങ്ങനെയുള്ളതെന്നൊന്നും അറിയില്ല. അരീക്കോട് ഒരു ജാസ് ഉണ്ട് കേട്ടോ, അവിടെ പോയി പരിചയമുണ്ട്. ESRന് 3/4 മണിക്കൂറാണ്. 3/4 മണിക്കൂർ എന്തായാലും ആവും. ടൈറ്റാക്കി പിടിച്ച ശേഷം നോക്കട്ടെ. ഇവിടെ വെച്ചത് ഇവിടെ ചെയ്യുന്നുണ്ട്. മരുന്ന് എടുത്തണോ പനീൻ്റെ? പനി ഹോമിയോയിലാണ് കാണിച്ചത്. എന്തൊരു പനിയാ. നിങ്ങൾ എന്തെങ്കിലും തുണി വെള്ളം നനച്ചിട്ടേ കുട്ടീനെ തുടക്കിയിട്ട് അങ്ങനെ പനിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വാദസ്മാരൊക്കെ ഇളകും. പിന്നെ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇങ്ങനെ പനിക്കാൻ വിടരുത്. അതാ ബ്ലഡൊക്കെ കൊടുത്തു പോകുന്നത്. അപ്പോൾ യൂറിനും കൂടി കൊടുക്കാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ യൂറിന് മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് മൂത്രമൊഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. രണ്ടാമതൊന്നും കൂടി പറഞ്ഞയച്ചിട്ടാണ് മൂത്രമൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മൾ ലാബിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ എന്തായാലും റിസൾട്ട് വേണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ തിരിഞ്ഞിങ്ങനെ പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും തട്ടുകടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഫാദിമോന് പനിയാണെന്ന് വിചാരിച്ചിട്ട് ഓൻ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാൻ പോയി. നമ്മളെ വീട്ടിലുണ്ടാക്കണമെന്നൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തട്ടുകടിയും തിരഞ്ഞിട്ട് പോവാനുണ്ട്. നമ്മൾ വേണമെന്ന് വെച്ചാൽ തട്ടുകടിയും കുട്ടിക്കടിയൊന്നും കാണൂലല്ലോ. അപ്പോൾ ഫാദിമോന് ചായ വേണമെന്ന് വെച്ചിട്ട് ചായ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പനി ഇപ്പോൾ ഒന്ന് ഏകദേശം കുറവായ സമയത്താണ് പിന്നെ ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പം ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി. ഇനി അപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നതാണ്. ആരില്ല.
മന്തി വേണം പറഞ്ഞ മനുഷ്യന് പഞ്ചനോട്ട് ലീസ ലീസ മോളെ ലീസ തിന്നില്ലെങ്കിൽ പറഞ്ഞ കേട്ടോ ലീസ കുട്ടി കൂടെ കയറി പണിക്കാരൻ മന്തി വേണം പറഞ്ഞ് മന്തി കഴിച്ചു പോന്നു അല്ലേ ലേ മച്ചിന്റെ ചൊത്തേ ചൊത്ത് അവിടുന്ന് അയാൾ ഒരു മുട്ടായി കൊടുത്തതാണ് ചോറുണ്ണ വെക്കാൻ ആ പോക്കും മണം മന്തി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പനി വിട്ടോ മന്തിയൊക്കെ തന്നപ്പോ ചുമയുണ്ടോ അങ്ങനെ അതാ ഫാദിമോന് മന്തി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹാഫ് മന്തി വാങ്ങിയിട്ടൊക്കെ കഴിച്ചിട്ടോ ബാക്കി പിന്നെയും ബാക്കിയാണ് അത് നമ്മൾ കുറച്ച് കവറിലാക്കി ഹനൂസിന് കൊണ്ടുപോവാണ് അപ്പം ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞാ ബില്ലൊക്കെ ആക്കി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഡോക്ടറെ കാണിക്കണം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ കുഞ്ഞാവും ഫാദിമോനും ഇസമോളൊക്കെ അവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്പർ പറയാൻ വേണ്ടിയിട്ട് കയറി പോവാണ് നമ്പർ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു വാട്സപ്പിൽ നമ്മളെ മെസ്സേജ് അയക്കലാണ് റിസൾട്ട് അപ്പോൾ ഡോക്ടർക്ക് അയക്കണത് ഇന്ത്യക്ക് അയക്കാമെന്നാണ് പറഞ്ഞത് നമ്പർ അവിടെ കൊടുത്തു പോകുന്നതാണ് അപ്പോൾ ഇനി ഒരു മണിക്കൂർ പറയുമ്പോൾ 6 മണിയൊക്കെ ആവും എന്തായാലും റിസൾട്ട് കിട്ടാൻ 5 മണിയൊക്കെ ആകുമ്പോഴാണ് കൊടുത്തത് അപ്പം ഞാൻ അത് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് അവിടെ കാണിക്കാൻ പറ്റുള്ളൂ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി പറഞ്ഞ് പിന്നെ 4 നമ്പർ കഴിഞ്ഞിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം അധികം ആളുകളൊന്നും കാണുന്നില്ല കേട്ടോ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇനി പക്ഷേ നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടില്ല നമ്പറും ആയിട്ടില്ല പിന്നെ നമ്മളിവിടെ ഇരിക്കല്ല അത് നീ വരത്തില്ലല്ലോ അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചടച്ച് പിന്നെ ഞാൻ കുഞ്ഞാവനെയും അനൂസിനെയും ഫാദിനെയൊക്കെ പിന്നെ വിളിച്ച് വരുത്തിയിട്ട് അങ്ങോട്ട് സിനിമയൊക്കെ ഇട്ട് വെച്ചിന് അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് ഒരാളതിലൊക്കെ കയറിയിട്ടുണ്ട് വേറെയുള്ളതൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും 6 മണി ആവണം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഇസമോൾ ഇതാ വന്നു കേട്ടോ ഇസമോളെയും കൊണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഓളവിടെ നിന്ന് അങ്ങനെ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടി കേട്ടോ റിസൾട്ട് കാണിച്ചപ്പം മൂത്രത്തിൽ പഴുപ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചിട്ട് ഇപ്പം നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും അങ്ങനെ നമ്മൾ കുറേ നേരം ഇസമോളെ ഇടങ്ങേറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് ഫാദിമോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓന് പിന്നെ പനി ആയതുകൊണ്ട് വല്ലാതെ എൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങിയില്ല സാധാരണ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ പപ്പ ഇങ്ങനെ ഇറങ്ങി നടക്കൂട്ടോ അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഹോമിയോയിൽ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കാണിക്കൽ നിർബന്ധമാണ് അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിക്കൽ കഴിഞ്ഞപ്പോൾ 8 മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇസമോളും കുഞ്ഞാവിയും ഫാദിമോനൊക്കെ വണ്ടിക്ക് പോയിട്ടുണ്ട് ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും പനിയായത് കാരണമാണ് കുറേ ദിവസം വീഡിയോ ഇടാറുന്നത് ഫാദിമോൻ്റെ കഴിഞ്ഞ് എനിക്ക് പനിച്ച് എൻ്റേത് കഴിഞ്ഞ് ഇസമോക്കൊക്കെ പനി ഉണ്ടായിട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്